ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് ആണ്. കുറച്ച് കഴിഞ്ഞാൽ ഗുഡ് ആഫ്റ്റർനൂൺ ആവും, ഈവനിങ് ആവും, നൈറ്റ് ആവും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ എടുക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഗുഡ് മോർണിംഗ് പറയണം, നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന തിരൂരാണ്. എന്നൊരു വിശേഷം പറയാനുണ്ട്. കാരണം ഞാൻ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് S23 ആണ്. അപ്പോൾ S24, S25 ഒക്കെ ഇറങ്ങി. പക്ഷെ S23 കിട്ടുന്ന ഒരു ക്വാളിറ്റി, വീഡിയോയുടെ ക്വാളിറ്റി ഒരു വേറെ ലെവൽ തന്നെയാണ്. ആ സുഹൃത്തുക്കൾ എന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഷെഫി ഉണ്ട് മൊബൈലൊക്കെ, അവിടെ നിന്നാണ് ഞാൻ മൊബൈൽ എടുത്തത്. അവൻ പറഞ്ഞത് S24ഉം 5 ഒക്കെ അപ്ഡേഷൻ വരുമ്പോൾ വേറെ ലെവലാവും എന്ന് പറയുന്നുണ്ട്. ആവട്ടെ. പക്ഷേ പല സുഹൃത്തുക്കൾക്കും ഈ S23 കിട്ടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ലൈന് വീഴുന്ന ഒരു സംഭവമുണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ. ഞാൻ അപ്ഡേറ്റ് ചെയ്തൊരു വന്നിട്ടുണ്ടായില്ല. ഞാനും വിചാരിച്ചു 3 കൊല്ലമായില്ല, 3 കൊല്ലം ആവുന്നേ ഉള്ളൂ കേട്ടോ. അടുത്ത മാസം ആയാലും 3 കൊല്ലമുള്ളൂ. ഇതുവരെ വന്നിട്ടില്ല, വരാണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ തേടിയും വന്നു. ഒരു റോസ് വരെയാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇപ്രാവശ്യം അപ്ഡേഷൻ ചെയ്തിട്ടില്ല, എന്നിട്ടും വരെ വന്നു. ഞാൻ ആകെ ടെൻഷനായി. കാരണം ഈ ഫോണിന് മാറ്റണം, വേറെ ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാന്ന് പറയുമ്പോൾ നടക്കുന്ന ഒരു കേസൊന്നും അല്ലല്ലോ. പിന്നെ ഇവരിപ്പോ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇവര് ഇപ്പൊ സംഭവം ഉണ്ട്, നമുക്ക് ഡിസ്പ്ലേ ഉണ്ട്, മാറ്റി തരാന്ന് പറഞ്ഞു. എന്നോട് കാലത്ത് തിരൂർക്ക് വരാൻ പറഞ്ഞു. തിരൂരാണ് ഞാൻ പോണത്. തിരൂർ സാംസങ്ങിന്റെ സർവീസിലാണ് കൊടുക്കുന്നത്. കാലത്ത് 10 മണിക്ക് അവിടെ എത്തി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വേറെ ദിവസം വരാനാ പറഞ്ഞു. ഞാനൊരു സിംഗർ ആണല്ലോ, അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫോണും നിർബന്ധമാണ്. അപ്പൊ എന്നോടൊന്നും കുഴപ്പമില്ല, ഞാൻ വൈകിട്ടേക്ക് തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ പൊന്നാനി കർമ്മയാണ് എത്തിയിട്ടുള്ളത്. പൊന്നാനി പാലപ്പെട്ടിയിലാണല്ലോ വീട്. അപ്പൊ കർമ്മ ഇവിടെ തൊട്ടടുത്താണ്. നമ്മൾ പ്രത്യേകിച്ച് ഇവിടുത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പുറത്തും അത്യാവശ്യം ആളുകൾ വരുന്നുണ്ട്. കർമ്മ പുഴയോട് ചേർന്ന്, നമ്മുടെ ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ഒരു റോഡാണ്. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് ഇതിലൂടെ. നമുക്ക് പുഴ കാണാം, മീൻ പിടിക്കുന്നത് കാണാം. അതേപോലെ തന്നെ എന്താ പറയാ, വൈകുന്നേരങ്ങൾ സമയങ്ങളിൽ ഒരുപാട് ആളുകൾ ഇവിടെ ചായ കുടിക്കാനായിട്ടും ഇവിടുത്തെ ഒരു കാഴ്ചകൾ കാണാനായിട്ടും ഒന്ന് വൈബാക്കാൻ വേണ്ടി വരാറുണ്ട്. എന്തായാലും നമ്മുടെ പൊന്നാനിയിൽ ഇങ്ങനത്തെ കുറെയൊക്കെ സ്ഥലങ്ങളുണ്ട്. തൊട്ടപ്പുറത്ത് ഹാർബർ ഉണ്ട്, മീൻ പിടിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണാം. കാലത്തെ ആൾക്കാരവിടെ വരാറുണ്ട് മീൻ വാങ്ങാനായിട്ടും. ഞാനൊക്കെ ചില സമയത്ത് മീൻ വാങ്ങാനെന്ന് മാത്രമല്ല, ഇത് കാണാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. പൊന്നാനി ചില്ലറക്കാരില്ല, ഒരു സുന്ദരിയാണ്. ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുള്ളൊരു എന്താ പറയാ, ഒരു മെയിൻ സ്ഥലമാണ് അങ്ങനെ പറയാ പൊന്നാനി. മാത്രമല്ല പൊന്നാനി ചെറിയ മക്കയാണെന്ന് പറയും. 50 മുകളിലെ പള്ളികൾ പൊന്നാനിയുടെ അകത്ത് തന്നെ ഉണ്ട്. അതിൽ വളരെ പ്രസിദ്ധമായ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള പള്ളികളുണ്ട്. എന്തായാലും നമുക്ക് അതൊക്കെ കാണിക്കണം. ഞാൻ യാത്രയിലൊന്നും കാണിച്ചെന്നുള്ളൂ. സഫോൻ അങ്ങോട്ടേക്ക് എടാ, നമ്മുടെ പുഴയോട് ചേർന്നെടുക്കുന്ന നമ്മുടെ റോഡ്, മനോഹരമായിട്ടുള്ള റോഡ്. ഒരുപാട് ഹോട്ടലുകളും ചായക്കടകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ കുറച്ചുകൂടി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് നരിപ്പറമ്പ്, അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചമ്രവട്ടം പാലം, ഒരുപാട് വർഷങ്ങൾ ജനങ്ങൾ കാത്തിരുന്ന ഒരു പാലം, എല്ലാവർക്കും അറിയാം ആ ഒരു പാലം. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരൂർക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാര്യം നടക്കണമല്ലോ. ഇപ്രാവശ്യം നമ്മുടെ ഫാമിലി നമ്മളെ കൂടെ ഇല്ല, നമ്മുടെ പിള്ളേരുണ്ട്. ഇപ്പൊ സഫ്വാൻ നമ്മുടെ അനിയനാണ്, നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ കൂടെ സ്ഥിരമായിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ പിള്ളേരുണ്ട്, അവർ വരും ഇൻഷാ അല്ലാഹ്, വീഡിയോയിൽ വരും. ഒരു ക്ലാസ്സിൽ പോയിരിക്കുകയാണ്. ഇപ്പൊ ഞാനും സഫ്വാനാണ് ഉള്ളത്. എൻ്റെ ഫാമിലി ഇല്ല. ഫാമിലി ഇപ്പൊ നോമ്പാണല്ലോ, ഇപ്പൊ യാത്ര ഇപ്പൊ കാര്യമായിട്ട് വേണ്ടെന്നുള്ള രീതിയിലാണ്. മകള് സ്കൂളിൽ പോയിക്കാണ്, മോള് മകനവിടെ ഉണ്ട്. ശാന്തരങ്ങൾക്ക് പൗരുഷം നൽകിയ പുരുഷന്റെ കഥകൾ പറഞ്ഞാട്ടെ, മുത്തിലും മുത്തായ മുത്ത് മുഹമ്മദിൻ, മുത്തിലും മുത്തായ മുത്ത് മുഹമ്മദിൻ, സത്യത്തിൻ ഗീതം മൊഴിഞ്ഞാട്ടെ, സത്യത്തിൻ ഗീതം മൊഴിഞ്ഞാട്ടെ. അവിടെ വരി അർച്ചണമെന്ന് എനിക്കറിയില്ല. മിഹ്റാജിരാവിലെ കാറ്റേ, മരുഭൂ തണുപ്പിച്ച കാറ്റേ. നോമ്പൊക്കെ എങ്ങനെ പോകണം എല്ലാവർക്കും? ഇത് 2ാമത്തെ നോമ്പാണ് അല്ലേ? അങ്ങനെ ഞങ്ങളിത് ആ തിരൂര് സെന്ററിൽ എത്തിയിട്ടുണ്ട്. തിരൂര് ഈ സമയത്ത് കച്ചവടക്കാരും ഒക്കെ ആയിട്ട് തിരക്കാണ്. എപ്പോഴും ഈ ഭാഗങ്ങൾ തിരക്കാണ്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, നമ്മൾ വണ്ടിയിട്ട് വന്ന വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു പാടാണ് ഇവിടെ ഒരു പാട്. നമ്മളിപ്പോൾ വന്നിട്ടുള്ള മൊബൈലിന്റെ നമ്പർ പറഞ്ഞല്ലോ, ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് സർവീസ് സെന്ററിലേക്കാണ്. പക്ഷെ അവിടെ പോകണമെങ്കിൽ ഇതിലെ പോയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എങ്ങാനും പാർക്കിംഗ് ഉണ്ടോ എന്ന് നോക്കണം. കാരണം അവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്.
പാർക്കിംഗ് ഉണ്ടായാൽ മതിയായിരുന്നു അല്ലേ സഫുവാനെ? പാർക്കിംഗ് ഉണ്ടെങ്കിൽ കഴിച്ചില്ലായി. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇടാൻ പറ്റും നോക്കണം. ഇവിടെ ഭയങ്കര പ്രശ്നമാണ് വണ്ടി പാർക്കിംഗ്, നേരത്തെ പറഞ്ഞ പോലെ. നോക്കാം. നല്ല തിരക്കാട്ടാണ് അങ്ങോട്ടേക്ക്, നല്ല തിരക്കാണ്. തിരൂർ ഒരുപാട് ഉസ്താദുമാരുള്ള ആർട്ടിസ്റ്റുകളുള്ള ഒരു സ്ഥലമാണ്. ഓർക്കസ്ട്ര വായിക്കുന്നവരും നമ്മുടെ സുഹൃത്തുക്കൾ കുറേ പേരുണ്ട്. ഓർക്കസ്ട്ര വായിക്കുന്നവർ, പാടുന്നവരൊക്കെ ആയിട്ട് ഒരുപാട്. നമ്മൾ ഈ ഫീൽഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയാണ്, നമുക്കൊന്ന് വണ്ടി ഇറക്കി നോക്കാം അല്ലേ? ചില്ലറ കൊടുത്താലും വണ്ടി ഇവിടെ ഇട്ടിട്ട് നടക്കാലോ നമുക്ക്. എന്താണ് അഭിപ്രായം? നല്ല വ്യൂ. എവിടെയാണ് വണ്ടി? എത്രയാണ് ഇതിന് വരണേ? എടുക്കുമ്പോഴാ തരേണ്ടത്? ഓക്കെ, താങ്ക് യു. എവിടെയല്ലേ ചേട്ടാ? കിട്ടിയത് തന്നെ വലിയ ഭാഗ്യ. പാർക്കിങ് സ്വസ്ഥമായിട്ട് വണ്ടി പാർക്ക് ചെയ്ത് പോലെ. ആരാണ് അവിടെ കിടക്കുന്നത്? എണീച്ച് പോടാ, എണീച്ച് പോടാ. സംഭവം ഈ തണലിനടുത്ത് വന്നുള്ളതാണ്. ഈ എണീച്ച് പോ. എൻ്റെ മേല് വണ്ടി കയറ്റാൻ വയ്യ അവനക്ക് പാവം. അടുപ്പിച്ചിടാം. എന്റെ സ്നേഹിതന്മാര് സുമേഷും മുജീബും പറയും ഗൾഫ് വർക്കിംഗ്. ഗൾഫ് വർക്കിംഗ് ഒന്നും അറിയില്ല, പറ്റുന്ന പോലെ ഇടാം. സ്റ്റോപ്പ്. സാധാരണ രീതിയിൽ വെള്ളിയാഴ്ച മൊബൈൽ കടകളൊന്നും തുറക്കാറില്ല. പിന്നെ പണ്ടൊക്കെ ഞാൻ അതുപോലെ വെള്ളിയാഴ്ച മാർക്കറ്റിൽ ഇവിടെ വരുമ്പോൾ ഇത്രയും കച്ചവടക്കാരൊന്നും കണ്ടില്ല. അപ്പോൾ അടിപൊളി കേട്ടോ, എല്ലാ കച്ചവടക്കാരുണ്ട്. മൊബൈൽ കടകളൊക്കെ ഒരു 90% അടച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും തിരൂർ ഈ തിരക്ക് സമയത്ത് കാണാൻ ഭയങ്കര രസമാണ്. നമ്മളെ സഫുവാനെ മൊത്തത്തിൽ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ് അവന്. സഫ നോക്കിയോ സഫുവാനെ? തിരൂർ വെള്ളിയാഴ്ച ദിവസം വന്നിട്ടുണ്ട്, അല്ലാത്ത ദിവസങ്ങൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. മൊബൈലിന്റെ കാര്യത്തിന് വന്നുള്ള വാങ്ങാനാണ്. ഞങ്ങളിപ്പോൾ തിരൂർ ചെമ്പ്ര റോഡിലാണ്. അവിടെയാണ് സാംസങ്ങിൻ്റെ സർവീസ് ഉള്ളത്. ഈ ബിൽഡിങ്ങിലാണ്. ഈ ബിൽഡിങ്ങിൽ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഓഫീസ് ഉള്ളത്. ഇപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ സംസാരിക്കട്ടെ. ഇതാണ് നമ്മുടെ ഫോണിൻ്റെ അവസ്ഥ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഓഫീസിലേക്ക് കയറാൻ പോവുകയാണ്. കണ്ട ഈ ലൈൻ ഉണ്ടല്ലോ, ഇതിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വലുതായി വരും. അപ്പോൾ അത് കാണിക്കാം. ബാക്കി കാഴ്ചകൾ ഈ ഫോണിൽ നിന്നാണ് കാണിക്കണം കേട്ടോ. എന്തായാലും നമുക്ക് പോയൊക്കെ പോസിറ്റീവായാൽ മതിയായിരുന്നു. ഇന്ന് തന്നെ കിട്ടിയാൽ മതിയായിരുന്നു. പോസിറ്റീവായിട്ട് ചിന്തിക്കാം അല്ലേ? പോസിറ്റീവായിട്ട് ചിന്തിക്കാം. നമുക്ക് മൊബൈൽ ഫോൺ കൊടുക്കാം. അവരെന്തായാലും ഇന്ന് തന്നെ തരാമെന്ന് പറയും. പോവാം. അങ്ങനെ മൊബൈൽ അവർ വാങ്ങി ഞങ്ങളോട് ഒരു 4 മണി സമയത്ത് വന്നോളാൻ പറഞ്ഞ്. എന്തായാലും ഇന്ന് തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാപ്പിയായി. മൊബൈൽ അവിടെ കൊടുത്തു, ബില്ല് അവർ തന്ന്, ഫണ്ട് മൊബൈൽ വാങ്ങാൻ വരുമ്പോൾ തിരിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അതുവരെ 3:30 വരെ സമയമുണ്ട് ചങ്ങായിമാർ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് അവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവിടെ കുറച്ച് നേരം ഇരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര രസമാണ്. അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, മറ്റു രീതിയിലുള്ള തൊഴിലാളികൾ, യാത്രക്കാർ, അതൊക്കെ ഭയങ്കര രസമാണ്. ട്രെയിൻ യാത്ര എന്നും പുതിയ അനുഭവങ്ങളൊക്കെ നൽകുന്നൊരു സംഭവമാണ്. യാത്രകളെല്ലാം, ട്രെയിൻ യാത്ര എന്നല്ല, യാത്രകളെല്ലാം നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളും അറിവുകളൊക്കെ നൽകുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഏകദേശം ജുമാക്ക് പോകാനുള്ള സമയമായി. നേരെ ഞങ്ങൾ പള്ളിയിൽ പോയി, എന്താ പറയുക, നിസ്കരിക്കാൻ പോയി. നിസ്കാരം കഴിഞ്ഞ് ഒരുപാട് ആളുകളുണ്ട്. തിരൂരല്ലേ, അത്യാവശ്യം ജനങ്ങൾ വരുന്നൊരു സ്ഥലമല്ലേ, മാർക്കറ്റും കൂടിയല്ലേ. അപ്പോൾ അത്യാവശ്യം ജനങ്ങൾ നിസ്കരിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇനിയും സമയമുണ്ട്. 3:30-4 മണിക്കാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യുക, മൊബൈൽ കിട്ടുക. ഇനിയും സമയം കളയണം. അവിടുന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് പോയി വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് നേരം കിടന്ന് ഒന്ന് റെസ്റ്റ് എടുത്ത് ഒരു 3:30-3:45 ഞങ്ങൾക്ക് അവിടുന്ന് കോള് വന്ന്. നമ്മളെ ഫോൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഡിസ്പ്ലേ മാറ്റി, അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫോണ് കിട്ടിയിട്ടാ. സംഭവം ഡിസ്പ്ലേ മാറ്റി കിട്ടി. 600 സംതിങ് ഉറുപ്പിയുള്ള ബില്ല് ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരുന്നത്. 600 ചില്ലറ രൂപയായിട്ടുള്ളൂ. സാധാരണ ഡിസ്പ്ലേ മാറ്റണമെങ്കിൽ നമുക്ക് 12,000 രൂപ
ഇതിന്റെ മുകളിലൊക്കെ വരും. ചിലപ്പോൾ അതിന്റെ താഴെയാണെന്ന് അറിയില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ കാരണം കൊണ്ടല്ലോ, 3 വർഷം ആവുന്നേ ഉള്ളൂ അതിൽ ലൈന്. അത് ചില 1 മാസം കൂടി കഴിഞ്ഞാൽ എൻ്റെ 3 വർഷമായി. പക്ഷെ ലൈന് വന്നിട്ടില്ല. ഓട്ടോമാറ്റിക്കലി ഒരുപാട് ഫോണുകൾക്ക് വന്നിട്ടുണ്ട്, ചില ഐഫോണുകൾക്ക് വന്നിട്ടുണ്ട്. സാംസങ് S23 തോന്നുന്നു ഏറ്റവും കൂടുതൽ ലൈൻസ് വന്നിട്ടുള്ളത്. അപ്പൊ അവര് മാറ്റി തരുന്നുണ്ട്, അവർ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് പലർക്കും കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ എന്റെ ഫ്രണ്ട് ബാബു ഉണ്ട്, നോക്കിയ ബാബു അങ്ങനെയാണ് എന്നെ വിളിക്കുക. അവന്റെ ഫ്രണ്ടാണ്, നമ്മുടെ പ്രോഗ്രാമിന്റെ മലബാർ മ്യൂസിക് ബാൻഡിന്റെ മാനേജറാണ്. അപ്പൊ അവന്റെ ഫോൺ ഇതുപോലെ S23 Pro അത് ഡിസ്പ്ലേ പോയിട്ട് ഇപ്പൊ 1 മാസമായി കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 മാസം പിടിക്കുന്നൊക്കെ. അപ്പോ എന്നോടും പറഞ്ഞടാ കൊടുത്ത 2-3 ആഴ്ച പിടിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനിത് അറിഞ്ഞിട്ട് തന്നെ ഇവരോട് ഫോണിൽ സംസാരിച്ചു, അത്രയും ലോങ് വെക്കാൻ വയ്യ, നിങ്ങൾ പറയുന്ന ദിവസം ഞാൻ ഫോൺ കൊടുന്നുതരാം, അന്ന് എനിക്ക് കിട്ടാവുന്ന രീതിയിൽ നിങ്ങൾ ശരിയാക്കി തന്നാൽ മതി പറഞ്ഞു. പക്ഷെ നമ്മുടെ ഭാഗ്യം ഒന്ന് കൂടിയിട്ട് പറയാം. പിന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലാവുകയും ചെയ്തു. അതൊന്ന്. രണ്ടാമത് അവർക്ക് ഈ സംഭവം ഉണ്ട്, ഈ എന്താ പറയാ, ഇതിന്റെ എന്തായാലും പറയാ ഡിസ്പ്ലേ. ഓക്കെ പെട്ടെന്ന് മൈൻഡ് കട്ടായി. ഇതിന്റെ ഡിസ്പ്ലേ ഒക്കെ അവരെ കയ്യിലുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഇന്ന് കാലത്ത് 10:10 നമ്മളവിടെ കയറി. കറക്റ്റ് വൈകിട്ട് 3:10 അവർ വിളിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞ് തന്നെ ഇപ്പൊ ഫോണും വാങ്ങി ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോണ വഴിക്ക് ഇതിലൊരു ഗ്ലാസ് ഒട്ടിക്കണം. നമ്മുടെ തിരൂരാനുള്ളവിടെ മൊബൈലിലെ എല്ലാ കാര്യങ്ങളും ആക്സസറീസ് ഒക്കെ ഏറ്റവും ടോപ്പായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് തിരൂർ. പക്ഷെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് ഒരു 90% മൊബൈൽ കടകളൊന്നും തുറന്നിട്ടില്ല. 1-2 കട തുറന്നിട്ടുള്ളൂ. അതിനുവേണ്ടി പിന്നെ ഞാൻ വീണ്ടും വണ്ടി തിരിച്ചു പോയിട്ട് ആ ബ്ലോക്കിലൊക്കെ വണ്ടിയിട്ട് കുറച്ച് റിസ്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ വണ്ടി എടുത്ത് വന്ന് പോണ വഴിക്ക് പൊന്നാനിന്നോ എടപ്പാളിന്നോ എവിടെന്ന് വെച്ചാൽ ഇതിന്റെ ഗ്ലാസ് മാറ്റം, ഇതിന്റെ മേലെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഒട്ടിക്കണം. അത്രയേ ഉള്ളൂ. എന്തായാലും വളരെ ഹാപ്പി. ഇന്ന് തന്നെ ഫോൺ കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. കായൽ അരികത്ത് വലയെറിഞ്ഞപ്പോൾ വളക്കിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ. വീണ്ടും ഞങ്ങൾ കർമ്മയിൽ എത്തിയിട്ടാ. കർമ്മല് വൈകുന്നേരത്തിന്റെ ഒരു വൈബാണ്. ഇപ്പൊ സമയം ഏകദേശം 4:30 കഴിഞ്ഞു, 4:45 ആവുന്നു. വെയിലിപ്പോഴും ഫുള്ളായിട്ട് പോയിട്ടില്ല. അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേനും വെയിൽ ഫുള്ളായിട്ട് പോകും. അപ്പോ നോമ്പായതിന്റെ പേരിൽ ഈ സമയത്തിനേക്കാളും കൂടുതൽ ആളുകൾ ഉണ്ടാവുക നോമ്പ് തുറന്നു കഴിഞ്ഞാല് രാത്രി 1 മണി 2 മണി 3 മണി വരെ ഇവിടെ ആൾക്കാരാണ്. അത്താഴം കഴിക്കുന്ന ഒരുപാട് ആൾക്കാരാണ്. ഭയങ്കര രസമാണ്. ഇപ്പൊ ഈ വെയില് എന്താണ് റോഡിന്റെ സെന്ററിൽ കൂടെ പായം പോണേ. ഇപ്പൊ വെയില് നേരെ പുഴയിലേക്ക് ഇങ്ങനെ അടിച്ചേണ്ട, പുഴയൊക്കെ അടിച്ചിട്ട് അതിന്റെ ആ ഒരു ഭംഗി ഉണ്ടല്ലോ, നല്ല വെള്ളം ഉണ്ട്. കാരണം എന്താ വെച്ചാല് ഇന്ന് നമ്മളെ പാലത്തിന്റെ ഇത് തുറന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടാവും, റെഗുലേറ്റർ കം ബ്രിഡ്ജ് ആണല്ലോ ചമ്രവട്ടം, അതിന്റെ തുറന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പോ ഇന്നത്തെ വ്ളോഗ് ഞാൻ പറഞ്ഞിരുന്നു ഗ്ലാസ് ഒട്ടിക്കുന്നത് കാണിക്കാൻ. അപ്പൊ തൽക്കാലം ഇനിയിപ്പോ അത് നേരം വൈകി നാളെ ഒട്ടിക്കാനുണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പൊ തൽക്കാലം ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാ സുഹൃത്തുക്കളോടും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ, ലൈവ് കാഴ്ചകൾ, പാട്ടുകൾ, നമ്മളെ പ്രോഗ്രാമിന്റെ കാഴ്ചകൾ, നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ഓരോ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ, നല്ല നാടൻ രുചികൾ, ഭക്ഷണങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വ്ളോഗ് ഇങ്ങനെ മുന്നോട്ട് പോകും. നമ്മുടെ ഫാമിലി ഉണ്ടാവും, നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. റോഡ് മുറിച്ച് നടക്കുന്ന ചില ആൾക്കാർ വണ്ടി നോക്കി നടക്കാതെ. അപ്പോൾ ഓക്കെ, അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.